ഹലോ, എക്സ്ട്രാ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ ഓണം കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ നേരത്തെ വിഷുവിന് കാണിച്ചിട്ടുള്ള ഒരു പാറ്റേൺ തന്നെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ചന്തേരി മെറ്റീരിയൽ സാരീസിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നൊരു സാരി നമ്മൾ വിഷുവിന് കാണിച്ച് ഒത്തിരി ആൾക്കാർ നമുക്ക് എൻക്വയറീസും ഓർഡേഴ്സും ഒക്കെ വന്നൊരു പാറ്റേൺ സാരി ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ച് പുതിയ ഡിസൈൻസും വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഡിമാൻഡിലുണ്ടായിരുന്ന കുറച്ച് കളക്ഷൻസ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ സാരീസ് ഒക്കെ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു സാരിയാണ്. ഇത് എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേൺ ആണ്. കാരണം നമ്മൾ ഒത്തിരി നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസിൽ നമ്മൾ കാണിച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ സാരിയാണ്. ഇത് ഒരു ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സാരിയിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നതാണ്. ഈ ഒരു ഡിസൈൻ നമുക്കത് പുതിയതായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വലിയ റോസ് ഫ്ലവേഴ്സ്, നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന പോലത്തെ വലിയ റോസ് ഡിജിറ്റൽ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പോലത്തെ ആ ഒരു ടെമ്പിൾ ഡിസൈൻ ബോർഡറും ആ ഒരു ഡിം ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന പോലത്തെ ആ ഒരു ബോർഡറൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓണത്തിന് എല്ലാവരും ഒക്കെ സെറ്റ് സാരി പെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആവാനായിട്ട് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നേരത്തെ കാണിച്ച സാരിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഇതുണ്ട്. ഇതിന്റെ മുന്താണി പോർഷനിൽ കാന്താവർക്ക് വന്നിട്ടുണ്ട്. ഡിഫറെന്റ് ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള, അതായത് ഗ്രീന്, യെല്ലോ, ഒരു മജന്ത ഷെയ്ഡൊക്കെ വരുന്ന പോലത്തെ ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള ഒരു കാന്ത വർക്ക് ഡിസൈൻസ് ഇതിന്റെ ആ ഒരു ബോർഡറിലൂടെയും വന്നിട്ടുണ്ട്. നേരത്തെ സാരിയിലൊക്കെ വന്നിട്ടുള്ള പോലത്തെ ആ ഒരു ടാസിലും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ മുന്താണി പോർഷനാണ് ഈ കാണുന്നത്. ഈ വലിയൊരു ഫ്ലവർ വന്നിരിക്കുന്നത് ഇതിന്റെ മുന്താണി പോർഷനിലാണ്. അതുപോലെ ഇതിന്റെ ബാക്കി പോർഷനിലോട്ടൊക്കെ വരുമ്പോൾ ഈ സെയിം ആ ഒരു റോസ് ഫ്ലവർ ഇതുണ്ടോ ഫുൾ ബോഡിയിലും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ആ റോസ് ഫ്ലവർ ഡിസൈൻസ് ഉണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പം നല്ലതായിട്ട് നമുക്ക് വൺ ഫ്ലീറ്റിലാണെങ്കിലും അതുപോലെ ഫ്ലീറ്റഡ് ആയിട്ടാണെങ്കിലും ഉടുത്താലും ഫുൾ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ഒരു സാരി ആയിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ ഒരു കളർ ബ്ലൗസ് ഒക്കെ ഇടുന്നതായിരിക്കും കൂടുതൽ ഈ ഒരു സാരിക്ക് ഒരു ഹൈലൈറ്റ് കിട്ടുന്നത്. അല്ല, ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട്. ഈ സെയിം ടെമ്പിൾ വർക്ക് ബോർഡേഴ്സ് വരുന്ന പോലത്തെ സ്ട്രൈപ്പ് ഡിസൈൻ വരുന്ന പോലത്തെ ബ്ലൗസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ബ്ലൗസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നത്. ഈ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഏത് ഏജ് ഗ്രൂപ്പിനും ഈ ഒരു സാരി നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. യങ്സ്റ്റേഴ്സിനൊക്കെ ആകുമ്പോഴത്തേനും ഈ ഒരു റാണി പിങ്ക് കോമ്പിനേഷനുള്ള ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഈ സാരിക്ക് ഒരു ഹൈലൈറ്റ് കൊടുക്കുന്നത്. അല്ല, ഒരു കുറച്ച് മിഡിൽ ഏജ്ഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പെയർ ചെയ്യുമ്പോൾ വിത്ത് ബ്ലൗസ് ആയിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് പാറ്റേൺസ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഈ കാന്ത വർക്ക് ബോർഡേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ സാരിയുടെ റേറ്റ് വരുന്നത് 2175 ആണ്. 2175. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് അയക്കുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് സാരീസ് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ടൈം വിഷുവിനാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയ കളക്ഷനാണ്. നെക്സ്റ്റ് ഈ ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വരാത്തൊരു ഷെയ്ഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഒരു യെല്ലോ കോമ്പിനേഷൻസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. യെല്ലോ കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഈ ഒരു ചെറിയൊരു ഒരു യെല്ലോ കളറിലെ ഫ്ലവേഴ്സ്, ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാ. ഭയങ്കര ഒരു റിച്ച് നിൽക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡല്ല, നല്ലൊരു എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ മസ്റ്റാർഡ് യെല്ലോ ഒക്കെ നല്ല ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണല്ലോ. അപ്പൊ ആ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഡിസൈൻ വന്നിട്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ ആ ഒരു സെയിം ബോർഡറൊക്കെ സെയിം തന്നെ, ആ ഒരു ഡിം ആയിട്ടുള്ള ഗോൾഡൻ ബോർഡറിൽ ടെമ്പിൾ വർക്ക് വന്നിരിക്കുന്ന ആ ബോർഡറും ഒക്കെ വന്ന് ഇതിൻ്റെയും എൻഡിലോട്ട് മുന്താണി പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുപോലെ ആ ഒരു ഡിഫറെന്റ് കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ കാന്ത വർക്ക് ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെയും ആ ഒരു മുന്താണി പോർഷൻ വരുന്നത്. ഇതിന്റെ മുന്താണി പോർഷന്റെ എൻഡിൽ വരുമ്പോൾ ഇതുപോലെ ടാസിൽസ് രണ്ട് സൈഡിലും ഇതുപോലത്തെ രണ്ട് ടാസിൽസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെയും വിത്ത് ബ്ലൗസ് വരുന്നത് ഇതുപോലത്തെ സ്ട്രൈപ്പ് പാറ്റേണിലാണ്. ഗോൾഡൻ സ്ട്രൈപ്സ് വന്നിട്ട് ഈ സെയിം ആ ഒരു ടെമ്പിൾ വർക്ക് ബോർഡർ വരുന്ന പോലത്തെ പാറ്റേണിലാണ് ഇതിന്റെയും ബ്ലൗസ് വരുന്നത്. ബ്ലൗസിലും ഈ പറഞ്ഞ പോലെ രണ്ട് സാരീസിലും ഇതുപോലെ ഒരു കാന്ത വർക്ക് ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്ലൗസ് അങ്ങനെ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വേണമെങ്കിലും ഈ ഒരു ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാം. ഫുൾ ബോഡിയിലും ഇതുപോലെ അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫുൾ ബോഡിയിലും ഇങ്ങനെ നമുക്ക് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഉടുക്കാൻ പറ്റുന്ന പോലത്തെ സാരീസാണ്.
ഇത് നമുക്ക് ഓണത്തിന് തന്നെ ഉടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടെമ്പിൾ ബോർഡറും ഈ ഗോൾഡൻ ടെമ്പിൾ വർക്ക് ബോർഡർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സെറ്റ് സാരിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പെയർ ചെയ്യാം. ഇനി അങ്ങനെ അല്ല, വേറെ എന്തെങ്കിലും ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും നമുക്ക് ഉടുക്കാൻ പറ്റും. ഒരു സെറ്റ് സാരി ഫീൽ ഒന്നും നമുക്ക് തോന്നത്തുമില്ല. എന്നാൽ നമുക്ക് ആ ഒരു ബേജ് ഗോൾഡൻ കോമ്പിനേഷനിൽ ഇടാനും പറ്റുന്ന പോലത്തെ സാരീസാണ്. അപ്പൊ ഈ കാന്താവർക്കുള്ള ഈ 2 സാരീസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നൊരു ഡിസൈൻ ആയിരുന്നു. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തന്നെ റീസ്റ്റോക്ക് ചെയ്തു. അത് കൂടാതെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് പറഞ്ഞു പ്രീ ബുക്ക് ചെയ്ത് നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ, ഒരു പിങ്ക് ഫ്ലവർ ബഞ്ച് ഡിസൈൻ ഉണ്ടായിരുന്ന ഈ ഒരു ചന്തേരി സിൽക്ക് സാരി. ഇതിന് ഒരുപാട് പ്രാവശ്യം, എനിക്ക് തോന്നുന്നത് ഒരു മോർ ദാൻ 20 സാരീസോളം ഒക്കെ നമ്മൾ ഈ സെയിം ഡിസൈൻ പോയിട്ടുണ്ട് നമുക്ക് ഇതിൽ, ഈ ഒരു പാറ്റേണിൽ. അത്രമാത്രം ഡിമാൻഡ് വന്ന ഒരു കളക്ഷൻ ആയിരുന്നു. ഇതിന്റെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഒരു വർക്കുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ആ ഒരു പാറ്റേൺ ഒന്നും വന്നിട്ടില്ല. വരുമായിരിക്കും ഇനി ഈ പറഞ്ഞ പോലെ ഓണത്തോട് അടുക്കുമ്പോഴത്തേനും നമുക്ക് ഇതിൽ കൂടുതൽ ഡിസൈൻസ് വരും. അന്നേരം നമ്മൾ മാക്സിമം നമുക്ക് അവൈലബിൾ ആകുന്ന പോലെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ആ ഒരു ഷെയ്ഡ്സേ നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുള്ളൂ. ഉള്ള അത്രയും പാറ്റേൺസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഡിസൈൻസ് നമ്മൾക്ക് ഇനിയും വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി ഡിമാൻഡ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയായിരുന്നു. ഇതുണ്ടോ, ഒത്തിരി സീ ത്രൂ ഒന്നും അല്ല, ഏത് ഏജ് ഗ്രൂപ്പിനാണെങ്കിലും പെയർ ചെയ്യാം എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ ഈ ഒരു സാരിക്കൊക്കെ ആണെങ്കിലും ഏത് കളർ ബ്ലൗസ് വെച്ച് വേണമെങ്കിലും പെയർ ചെയ്യാം. ഗ്രീനോ പിങ്കോ ആ ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ വരുന്ന പോലത്തെ ഏത് ഷെയ്ഡ്സ് വെച്ചിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു നല്ല സാരിയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ തന്നെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അത് നമ്മൾ ലാസ്റ്റ് ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്ന ടൈപ്പ് പാറ്റേൺ തന്നെ നമുക്കിതും റീസ്റ്റോക്ക് ആണ്. ഈ ഒരു പാറ്റേൺ ഇതിന് ടെമ്പിൾ ബോർഡർ അല്ല, ഇനിയിപ്പം കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് ഒക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് ഈ ഒരു സാരി പാറ്റേൺ വരുന്നത്. ഇത് കണ്ടോ, മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്. ബോഡി ഈ പറഞ്ഞ പോലെ ഫുൾ പ്ലെയിൻ വന്നിട്ട് ബോർഡറിൽ ഈ പറഞ്ഞ പോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്നത്. ഇത് നമുക്ക് ആ വിഷു കളക്ഷനിൽ അവൈലബിൾ ആയിരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് കണ്ടോ, ഈ ഒരു ബോർഡറിൽ കൂടെ ഫുൾ ഫ്ലോറൽ ഡിസൈൻ വരും. സൈഡിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഗോൾഡൻ ബോർഡറേ ഉള്ളൂ. ഗോൾഡൻ ബോർഡേഴ്സ് ഒക്കെ വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ അത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനത്തെ കസവോ ബോർഡറോ ഒന്നും വേണ്ട, ഫ്ലോറൽ മാത്രമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ. ഇതും ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ കളേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് കളർ ബ്ലൗസ് വെച്ച് വേണമെങ്കിലും പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഗ്രീനും ബ്ലൂ ഒക്കെ ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് 1 ഫ്ലീറ്റിൽ ഇടുവാണെങ്കിൽ ചെസ്റ്റ് പോർഷനിൽ വരുന്നത് പോലെ ഇത് കണ്ടോ, അങ്ങനെ വരുന്നിടത്തും ഈ ഒരു ഡിസൈൻ ഉണ്ട്. ഇത് കണ്ടോ, ഈ ചെസ്റ്റ് പോർഷൻ വരുന്ന പോലെ ഉള്ള ഭാഗത്ത് ഈ വശത്തിന് ഡിസൈൻ ഉണ്ട്. മറ്റേ ബോർഡറിൽ ഫുൾ ബോർഡറും ഡിസൈൻ വരുന്ന പോലെ ഈ സാരി വന്നിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സിംഗിൾ ഫ്ലീറ്റിൽ ഇടാം, അല്ല ഇനിയും കുത്തി ഉടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ഉടുക്കാം. ഈ ഒരു ബോർഡർ ഫുൾ ഈ ഒരു ഡിസൈൻ ഉണ്ട്. ഇതിന്റെ മുന്താണി പോർഷനിലോട്ട് വരുമ്പോഴും ഇങ്ങനെ ആ ഒരു ഫുൾ ബോർഡർ പോലെ തന്നെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുമ്പേ കണ്ട സാരിയുടെ പോലെ സെയിം തന്നെയാണ് പല്ലു വരുന്നത്. പല്ലുവിന് വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ബ്ലൗസ് വരുന്നതും സെയിം പാറ്റേണിൽ തന്നെയാണ്. ഈ സ്ട്രൈപ്സ് വരുന്ന പോലെയാണ്. ബോർഡർ വരുമ്പോൾ ഈ ഒരു ഫ്ലോറൽ ബോർഡേഴ്സ് ആണ് ഇതിനകത്ത് ഈ ഒരു വിത്ത് ബ്ലൗസിന് വരുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഈ ബ്ലൗസ് പെയർ ചെയ്യാതെ ഇങ്ങനത്തെ ഇതിനകത്ത് ഏതെങ്കിലും കളറ് സിൽക്കിൻ്റെ ഒക്കെ ബ്ലൗസ്, അല്ലെ കോട്ടൺ സിൽക്കോ സിൽക്കിൻ്റെ ഒക്കെ ബ്ലൗസ് ഒക്കെ നമ്മൾ പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇടുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പം നമുക്ക് കോളേജസിലൊക്കെ ആണെങ്കിലും ഓണം സെലിബ്രേഷനൊക്കെ നമുക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സാരീസ് ഒക്കെ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഇടുന്ന ഒരു പാറ്റേൺ അല്ല, തന്നെയല്ല ഇത്രയും ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുമ്പോഴത്തേനും ഒരു നല്ല ലുക്കായിരിക്കും. ഒരു ട്രഡീഷണൽ കേരള സാരിയുടെ സ്റ്റൈലും വരില്ല, എന്നാൽ ഈ ഒരു ബേജും ചെറിയ ഗോൾഡൻ ബോർഡറും ഒക്കെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. എൻ്റെ ഈ ഒരു നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു, നമ്മൾ തൊടുമ്പം തന്നെ നല്ല ഷൈനി ആയിട്ടുള്ള ടൈപ്പ് ഒരു മെറ്റീരിയൽ ഇത് വന്നിരിക്കുന്നത്. ചന്തേരി ഫാബ്രിക് തന്നെയാണ്. നല്ലൊരു ടിഷ്യൂ ഫിനിഷ് വരുന്ന പോലത്തെ ചന്തേരി ഫാബ്രിക് ഇതിനകത്ത് വരുന്നത്. ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ഈ 2 സാരീസിന്റെയും പ്രൈസ് വരുന്നത് 1790 ആണ്. നമുക്ക് ലാസ്റ്റ് ടൈമും ഇതേ പ്രൈസ് തന്നെയായിരുന്നു ഈ സാരീസിന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ കാന്താവർക്ക് ഇല്ലാത്ത 2 സാരീസും വരുന്നത്
1790 ആണ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ് ഈ ഒരു സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ, ഇത് ചന്തേരി മിക്സ് മെറ്റീരിയൽ അല്ല, ഇത് സെമി സിൽക്ക് ഫാബ്രിക് വരുന്ന പോലത്തെ, അതായത് നമ്മുടെ കോട്ടൺ സിൽക്കിന്റെ ആ ഒരു ഫാബ്രിക് വരുന്ന പോലത്തെ സാരിയിൽ സെയിം ഫ്ലോറൽ പാറ്റേൺ വരുന്ന പോലത്തെ സാരിയാണ് ഇത്. ആ ഫ്ലോറൽ പാറ്റേൺ വരുന്നതേ ഉള്ളൂ. സെയിം സാരീസ് മെറ്റീരിയൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇത് കണ്ടോ, കോട്ടൺ സിൽക്ക്, ആ ഒരു സിൽക്ക് മിക്സ് സെമി സിൽക്ക് വരുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്തും ഡിമ്മായിട്ടുള്ള ഗോൾഡൻ ബോർഡറാണ് വന്നിരിക്കുന്നത്. ടെമ്പിൾ വർക്ക് അല്ല, ജസ്റ്റ് നമ്മൾക്ക് കസവ് സാരിയിലൊക്കെ വരുന്ന പോലത്തെ ഗോൾഡൻ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഫുൾ ബോഡിയിലും ഇതുപോലെ ആ ഒരു ഓറഞ്ചിഷ് യെല്ലോയിഷ് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന പോലത്തെ റോസ് ഫ്ലവേഴ്സ് ഫുൾ ബോഡിയിലും വന്നിട്ടുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പം കാണുന്ന പോലെ ഫുൾ ബോഡിയിലും ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്ന പോലെ ഈ ഒരു സാരി വരുന്നത് ഉണ്ടോ. മുന്താണി വരുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു സാരിയുടെ കുറച്ച് സിമിലർ ആണ്, എന്നാൽ ഒരു വലിയ ഫ്ലവർ ഡിസൈൻ ഈ ഒരു മുന്താണിയുടെ ആ ഒരു സ്ട്രൈപ്സിന് ഇടയ്ക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ ഒരു നമ്മളിപ്പോൾ കാണിച്ച ചെറിയ ഫ്ലവേഴ്സിന്റെ വലിയൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ബ്ലൗസ് വരുമ്പം കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഫുൾ ഫ്ലോറൽ ഡിസൈൻ വരുന്ന പോലത്തെ ഒരു വിത്ത് ബ്ലൗസ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഫുൾ ഫ്ലോറൽ ആയിട്ടുള്ള ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ പെയർ ചെയ്യാം. പിന്നെ ഇതുപോലത്തെ സാരീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്കേർട്ടും ടോപ്പും ഒക്കെ ആക്കുന്നവരുണ്ട്. അതായത് ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള സ്കേർട്ടും ഈ ബ്ലൗസിനെ ബ്ലൗസും ആക്കുന്ന, ഈ സാരി എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ പട്ടുപാവാട പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കാണെങ്കിലും ഈ സാരി സ്യൂട്ടബിൾ ആണ്. കാരണം വെച്ചാൽ ഇത് വെച്ചിട്ട് ബ്ലൗസ് വെച്ചിട്ട് ഈ പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് ഫുൾ സ്കേർട്ടൊക്കെ ആണെങ്കിലും ചെയ്തെടുക്കാം. അല്ല സാരി ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയാണ്. ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ബഡ്ജറ്റ് റേറ്റിൽ ഈ സാരി വാങ്ങിക്കാം. ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ പാറ്റേൺ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സാരി നല്ല ഓപ്ഷൻ ആയിരിക്കും. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1075 ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പം ഇത്രയും സാരീസാണ് നമുക്ക് ഇന്ന് ഈ ഒരു കളക്ഷനിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും സാരീസ് വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. സാരീസിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പം അതനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽസ് പറയാം. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഈ പറഞ്ഞ ഓണത്തോടനുബന്ധിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ പുതിയ കുറെ ഡിസൈൻസ് ഒക്കെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ കളക്ഷൻസ് വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.